1989 ജനതാ പാർട്ടിയല്ല രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ, മറ്റേത് അടിയന്തരാവസ്ഥയെ തോപ്പിക്കുക. എന്നിട്ടെന്താ TN ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടിപിടിക്കുന്ന ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു CPMന്റെ ഭാഷ്യം. അപ്പോൾ കേരളത്തിലേക്ക് C&AG റിപ്പോർട്ട് കീറിക്കളയാണ് CPM. അടിയന്തരാവസ്ഥക്കാലത്ത് CPM RSS കൂട്ടുകെട്ടുണ്ടായെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂർ വോട്ടെടുപ്പ് തലേന്ന് ചർച്ചയാക്കി പ്രതിപക്ഷം. BJP വോട്ട് നേടാനുള്ള തന്ത്രമെന്ന് കോൺഗ്രസ് ന്യായീകരിച്ച MV ഗോവിന്ദൻ. മാത്രമല്ല, ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള UDF ആണ് 1980. അന്നാണ് രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോഡ്. രാജഗോപാലൻ ഒരു ഘട്ടത്തിലും CPIM RSSുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അനാവശ്യ വിവാദമെന്ന് CPM, ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് M സ്വരാജ്.